വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSCയുടെ ഭാഗത്ത് നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഒരു ഗസറ്റഡ് പോസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. MCOM കഴിഞ്ഞവർക്ക് മാസ്റ്റേഴ്സ് ഇക്കണോമിക്സിൽ, സ്റ്റാറ്റിസ്റ്റിക്സിൽ, അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൽ, ഇങ്ങനെ 4 പ്രോഗ്രാംസിലും മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്ക് ഇതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പോസ്റ്റിന്റെ പേര് റിസർച്ച് ഓഫീസർ എന്നാണ്. അപ്പോൾ ഇതിനേക്കാൾ മുമ്പ് ഈ ഒരു പോസ്റ്റ് വിളിച്ച സമയത്ത് നമ്മൾ ഇതിനെ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷനിലോട്ട് കിടക്കാം. ഇതാണ് നോട്ടിഫിക്കേഷൻ. ഗസറ്റഡ് ഡേറ്റ് 30/10/2025. ലാസ്റ്റ് ഡേറ്റ് December 3 ജനറൽ റിക്രൂട്ട്മെന്റ് സ്റ്റേറ്റ് വൈഡ്, കാറ്റഗറി നമ്പർ 414/2025. സോ ഡിപ്പാർട്ട്മെന്റ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. റിസർച്ച് ഓഫീസർ. സ്കെയിൽ ഓഫ് പേ 51,400 to 1,10,300. ആന്റിസിപ്പേറ്റഡ് വാക്കൻസീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് നമ്പർ പറഞ്ഞിട്ടില്ല. മെത്തഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡിറക്റ്റ് ആണ്. ഏജ് ലിമിറ്റ് ആസ് യൂഷ്വൽ 28 to 36. കമ്മ്യൂണിറ്റി അനുസരിച്ചിട്ടുള്ള റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ക്വാളിഫിക്കേഷൻസ്: എ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ ഇക്കണോമിക്സ്. ആദ്യത്തെ ഇക്കണോമിക്സോ, സ്റ്റാറ്റിസ്റ്റിക്സോ, മാത്തമാറ്റിക്സോ, കോമേഴ്സോ. കാരണം ഇത് 4 ടോപ്പിക്സ് നമ്മുടെ സിലബസിൽ വരുന്നുണ്ട്. ഫ്രം എ UGC റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്. എവറി പേഴ്സൺ അപ്പോയിൻറ്റഡ് ടു ദിസ് പോസ്റ്റ് ഷാൽ ഫ്രം ദി ഡേറ്റ് ഓൺ വിച്ച് he or she joins duty be probation പീരീഡിൻ്റെ കാര്യങ്ങളൊക്കെ പറയാണ്. പിന്നെ നെക്സ്റ്റ് മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ 1 time ആയിട്ട് ചെയ്യുക. വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് തന്നെയാണ് നമ്മൾ അറിയേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയണത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഒരുപാട് പേര് കൊമേഴ്സ് MCOM കഴിഞ്ഞവരുണ്ട്. അവർക്കൊക്കെ ഉള്ളത് സുവർണ അവസരം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ജൂനിയർ അക്കൗണ്ടൻറ്റിലോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ എക്സാമൊക്കെ വരിക. ജൂനിയർ അക്കൗണ്ടൻറ്റ് പോലെയല്ല, ഇത് കുറച്ചും കൂടിയും കടുകട്ടിയുണ്ട്. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ ഇതിലോട്ട് ഇറങ്ങാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, അതുപോലെ തന്നെ മാത്സ് ഉണ്ട്, റിനൈസൻസ് ഉണ്ട്. അങ്ങനെ 4 പാർട്ടാണ് ഇതിൻ്റെ സിലബസ് വരുന്നത്. ഞാൻ അതിൻ്റെ സിലബസ് വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കോമേഴ്സുകാർ പഠിച്ചിട്ടുള്ളതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സും എക്കണോമിക്സും. അത് നമുക്ക് കുഴപ്പമില്ല. പിന്നെ റിനൈസൻസ് എന്തായാലും പഠിക്കേണ്ടതാണ്. മാത്സിൻ്റെ ഏരിയയാണ് പലപ്പോഴും നമ്മളെ കുഴപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പുതിയ നോട്ടിഫിക്കേഷൻ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സിലബസ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.